അച്ഛൻ ആദ്യം ഉപദേശിച്ചത് എന്താണ് പൊളിറ്റിക്കലിലേക്ക് വരുമ്പോൾ? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. ആരും വ്യക്തിപരമായിട്ടൊന്നും പറയരുത്. ഇപ്പോൾ ഇലക്ഷനൊക്കെ നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയം പറയാം, വ്യക്തിപരമായിട്ട് ആരും വേദനിപ്പിക്കരുത്. പിന്നെ ഉയർച്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒട്ടും കറപ്ഷൻ എന്നെ അച്ഛൻ പറയായിരുന്നു, എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെ ഒരിക്കൽ പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എന്ത് കാര്യം ധൈര്യമായിട്ട് ചെയ്തോ. എന്തെങ്കിലും ഒരിക്കൽ അധികാരത്തിൽ കയറുന്നുണ്ടെങ്കിൽ ഒരിക്കലും കറപ്ഷൻ പാടില്ല. എങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, ആരെയും വെല്ലുവിളിക്കാം. അതാണ് അച്ഛൻ്റെ പോളിസി. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പറയില്ല, എന്ത് കാര്യം കണ്ടാലും മനസ്സ് തളരരുത് എന്നുള്ള ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊതുവേ തീരെ ടെൻഷനുള്ള എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന എല്ലാവരും എന്താണെന്ന് ചോദിക്കും, എന്ത് ടെൻഷനിലും. കാരണം ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുവരെ എടുക്കില്ല, ഉള്ളിലേക്ക് എടുക്കില്ല, അങ്ങ് പുറത്ത്. ഇലക്ഷനിൽ നിന്ന് ഒരു പരാജയം സംഭവിക്കുമ്പോൾ അതൊന്നും പരാജയം ഉണ്ടെങ്കിൽ അതിനൊരു വിജയം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പരാജയം ഒന്നും എന്നെ ബാധിക്കില്ല. ധൈര്യമായിട്ട് നിൽക്കാൻ ടെൻഷൻ ഉണ്ടാവും, എന്നാലും ആ വോട്ടെണ്ണുന്ന സമയത്ത് പിന്നെ അല്ല തുടക്കമൊന്നും ഉണ്ടാവും. പിന്നെ തോറ്റു കിട്ടുക ഞാൻ പിന്നെ സമാധാനം. പിന്നെ ബാക്കി എത്ര വോട്ടിന് തോറ്റു നോക്കിയാണല്ലേ, ഇത്ര വോട്ടിന് തോറ്റു എന്നുള്ള ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പറയില്ല, എൻ്റെ അച്ഛൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ മുരളിയേട്ടനും അച്ഛനും ഇലക്ഷൻ നിന്നപ്പം രണ്ടുപേരും തോറ്റു വന്ന്. ആ അച്ഛൻ്റെ ആകെയുള്ളൊരു തോൽവി അന്ന് തൃശ്ശൂർ തോറ്റത്. അപ്പോൾ മുരളിയേട്ടനും തോറ്റു 1000 വോട്ടിന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിചാരിച്ചു, അന്നത്തെ ദിവസം അച്ഛൻ എന്നും ഇലക്ഷന് ജയിച്ചാലും തോറ്റാലൊക്കെ അച്ഛൻ ഗുരുവായൂർ പോവും. വിചാരിച്ചു മുരളിയേട്ടനും തോറ്റു, അച്ഛൻ തോറ്റു, ഇന്ന് അച്ഛൻ എന്തായാലും ഗുരുവായൂർ പോയില്ല വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു 5 മണിയായപ്പോൾ ആള് പെട്ടേക്ക് ഒതുക്കി വെക്കണു. ഞാൻ ചോദിച്ചാൽ എവിടേക്കാ അച്ഛാ പോണേ? ഞാൻ ഗുരുവായൂർ തൊഴുതിട്ട് വരാം. വളരെ കൂളായിട്ട് ആള് പോയി ഗുരുവായൂർ പോയി. തിരിച്ചു വന്നാൽ പിറ്റേ ദിവസം വന്നപ്പോഴേക്കും ഈ ഒരു സംഭവം സംഭവിച്ചെന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ പോയി. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പാടാണ് സത്യം പറയുകയാണെങ്കിൽ. ആ ഗുരുവായൂർ തൊഴുത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ആള് പഴയ ആളായി, ഇങ്ങനെ സന്തോഷമായി കളിച്ചിരിച്ച്. തോൽവി അത് വേറെ ആരോ തോറ്റമാതിരി ആയിരിക്കും അച്ഛൻ്റെ മോഹൻ. അല്ലാതെ ആ തോൽവി വീട്ടിലിരുന്ന് ചർച്ച ചെയ്യാൻ ഇങ്ങനെ സംഭവമൊന്നുമില്ല. അങ്ങനെ കാര്യമില്ല ഞങ്ങളുടെ വീട്ടിൽ. തോൽവിയും ജയവും ഒന്നും ചർച്ച ചെയ്യില്ല. എന്നാൽ ജയത്തിൽ ഭയങ്കര സന്തോഷവും ഇല്ല, തോൽവിയിൽ സങ്കടപ്പെടില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ഒരേമാതിരി ലെവലിൽ പോകും. ഈ മാളയിൽ നിൽക്കുമ്പോൾ ആദ്യം എണ്ണുന്ന ഒരു മാസ സ്റ്റേജിയാണ്. അപ്പോൾ എന്നും അച്ഛൻ താഴെ ഇരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എല്ലാവർക്കും ടെൻഷനാണ്. അവിടെ കൂളായിട്ട് നടക്കും. ചെയ്യുമ്പോൾ അതൊക്കെ ലീഡ് ചെയ്യും, എങ്ങനെ ജയിക്കും. അപ്പം മാളയിൽ നിന്നും ജയിക്കുമല്ലോ. ഇത് പക്ഷേ അച്ഛന് ആദ്യം ഒരു പ്രിമോണിഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ. അച്ഛൻ്റെ കൂടുതൽ ആൾക്കാരാണ് അച്ഛനെ ഒരുമാതിരി ലെവലാക്കിയിരുന്നത്. അതാണ്, അല്ലെങ്കിൽ ഒരു കാരണവശാലും തോൽക്കില്ലായിരുന്നു. പത്മജിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇലക്ഷനിൽ നിന്നൊരു തോൽവി സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് തോൽവി സംഭവിച്ചതെന്ന് ചിന്തിക്കും? അല്ല, എനിക്ക് അവിടെ ഇറങ്ങി 3-ാം ദിവസം മനസ്സിലായി സംഗതി പോക്കാണെന്ന്. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ജയിക്കില്ല. എനിക്ക് അവിടുത്തെ ഞാൻ കുറേ നാളായിട്ട് ഇലക്ഷനിൽ നോക്കുന്ന ആളാണ് അച്ഛൻ്റെ. അപ്പം നമുക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അറിയാം. അപ്പം അച്ഛൻ ജയിച്ചാലും തോറ്റാലും ഫൈറ്റ് ചെയ്യും, പറഞ്ഞിട്ടില്ല. ഫൈറ്റ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞു ഇതൊരു എക്സ്പീരിയൻസ് ആണ് നിനക്ക്. ആരാണ്, എവിടേക്കാണ് കാലുവാരനെ, എവിടേക്കാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠമായിട്ട് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ, എനിക്ക് ധൈര്യമില്ല, ഞാൻ മാറുകയാണ്. കാരണം നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ കുറേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നെ പറ്റിയിട്ടൊക്കെ. നമ്മൾ ദന്തഗോപുരങ്ങളിൽ ജീവിക്കുന്നവർ ചെറുപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ പാർട്ടി വർക്ക് മതി എന്നുള്ള തീരുമാനം എടുത്തത്. അധികാരങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഉടനെ പോകണ്ട. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ അറിയാം, ജനങ്ങളിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ എനിക്ക് കുറേ കഴിഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കാണ്ടെന്ന് നിന്നതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പറ്റിയ തെറ്റ്. പക്ഷെ അത് നന്നായി. ആ പാടെനിക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇനി എന്ത് തീരുമാനം ഞാൻ എടുക്കുമ്പോഴും അതെനിക്ക് നല്ല മനസ്സിൽ കിടക്കും. ഞാൻ എന്താണെന്ന് എന്നെ തന്നെ സ്വയം പഠിക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു ആ ഇലക്ഷൻ.